വെൽക്കം. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് പോളിനോമിയൽസിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിൽ സെക്കൻഡ് എക്സസൈസ് 2.2 എക്സസൈസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് മെയിനായിട്ട് ഒരൊറ്റ ടോപ്പിക്കേ ഉള്ളൂ, സീറോസ് ഓഫ് എ പോളിനോമിയൽ. സീറോസ് ഓഫ് ദി പോളിനോമിയൽ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു എക്സസൈസിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പി ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഒരു പോളിനോമിയൽ നമുക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, എന്നിട്ട് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക, പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു ഫോർ എക്സാമ്പിൾ 1 എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ല, എക്സിന് പകരം 1 ഇട്ട് കൊടുക്കുക, എന്നിട്ട് ആ പോളിനോമിയൽ സോൾവ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് മെയിനായിട്ട്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വെച്ച് എക്സാമ്പിൾ ചെയ്യാം. ക്വസ്റ്റ്യൻ 1, ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു 5x² മൈനസ് 3x പ്ലസ് 7 അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത് എന്താ? നമുക്ക് പി ഓഫ് എക്സ് ആണ് ഈ തന്നിരിക്കുന്ന പോളിനോമിയൽ. ഓക്കെ, ഈ പി ഓഫ് എക്സിലെ എക്സിന് നമുക്ക് എന്ത് വാല്യൂ ഇട്ട് കൊടുക്കണം? 1 വാല്യൂ ഇട്ട് കൊടുക്കണം. ഓക്കെ, അതായത് പി ഓഫ് 1 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു എന്താണ് വരാ? 5 ഇൻറ്റു എക്സ് ആണ്, എക്സ് സ്ക്വയർ ആണ് അല്ലേ? എക്സ് സ്ക്വയറിന് പകരം എന്ത് വരണം? 1² മൈനസ് 3 ഇൻറ്റു എക്സ് വന്നിട്ടുണ്ട്, സോ 1 പ്ലസ് 7. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ വാല്യൂ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 ഇൻറ്റു 1 മൈനസ് 3 ഇൻറ്റു 1 3 തന്നെ, പ്ലസ് 7, ദാറ്റ് ഈസ് 5 മൈനസ് 3 പ്ലസ് 7, ദാറ്റ് ഈസ് ഈക്വൽ ടു 9. ഓക്കെ, അപ്പം നമുക്ക് പി ഓഫ് എക്സിൽ പി ഓഫ് 1 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 9. ഇങ്ങനെയാണ് നമ്മൾ ഈ ഫൈൻഡ് ദ വാല്യൂ ഓഫ് പി ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ പുട്ട് എക്സ് ഈക്വൽ ടു സം അതർ നമ്പർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്പർ വരുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? പി ഓഫ് എക്സിലെ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഏത് നമ്പറാണോ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ആ സെയിം നമ്പർ നമ്മൾ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2 നമുക്ക് തന്നിരിക്കുന്നത് ക്യൂ ഓഫ് എക്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്യൂ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x³ മൈനസ് 4x പ്ലസ് √11 അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ക്യൂ ഓഫ് എക്സിന് പകരം ക്യൂ ഓഫ് 2 ചെയ്താൽ മതി. ക്യൂ ഓഫ് 2 വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം ഇത്? 3 ഇൻറ്റു എക്സ് ആണല്ലേ, x³ അതിന് പകരം എന്ത് എഴുതാം? 2³ മൈനസ് 4 ഇൻറ്റു 2, ഒറ്റ എക്സേ ഉള്ളൂ, സോ 2 പിന്നെ പ്ലസ് √11 എന്നാണ് ചെയ്യുക. ഓക്കെ, ഇപ്പം ഇതിന് നമുക്ക് ആൻസർ എന്ത് കിട്ടും? 3 ഇൻറ്റു 2³ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു 2³ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, 2 ഇൻറ്റു 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8. ഓക്കെ, അപ്പോൾ 8 ഇട്ട് കൊടുക്കുക, പിന്നെ മൈനസ് 4 ഇൻറ്റു 2 എന്താണ്? വീണ്ടും 8 പ്ലസ് √11 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 3 ഇൻറ്റു 8 എന്ന് പറയുന്നത് എന്താണ്? 3 ഇൻറ്റു 8 ഈസ് 24 മൈനസ് 8 പ്ലസ് √11, ദാറ്റ് ഈസ് ഈക്വൽ ടു 16 പ്ലസ് √11 ആണ് നമ്മുടെ ആൻസർ. ഇവിടെ √11 റൂട്ട് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് പ്ലസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് √11 തന്നെയായിട്ട് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എക്സസൈസ് 2.2ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് പി ഓഫ് 0, പി ഓഫ് 1 ആൻഡ് പി ഓഫ് 2 ഫോർ ഈച്ച് ഓഫ് ദി ഫോളോയിങ് പോളിനോമിയൽസ്. ഓക്കെ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ്. അപ്പോൾ അതിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് പി ഓഫ് 0 കണ്ടുപിടിക്കാനാണ്. ഫസ്റ്റ് പി ഓഫ് 0, കേസ് 1.
കേസ് 1-ൽ പി ഓഫ് 0 കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ പി ഓഫ് 0 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സ് ഉള്ള സ്ഥലത്തെല്ലാം 0 ഇട്ട് കൊടുക്കുക. അതായത് എക്സ് മൈനസ് 1-ന് നമ്മൾ എന്ത് ചെയ്യും, 0 മൈനസ് 1 ഇൻറ്റു 0 പ്ലസ് 1. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്താ ആൻസർ കിട്ടും, 0 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ, -1 വിച്ച് ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു +1 ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഓക്കെ, ഇനി കേസ് 2-ൽ നമ്മൾ എന്താ ചെയ്തേണ്ടത്, പി ഓഫ് 1 കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ പി ഓഫ് 1 ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എക്സിന് പകരം നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ 1 ആണ്. അപ്പോൾ ജസ്റ്റ് ആ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്താൽ മതി, 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് 1. നമുക്കറിയാം 1 മൈനസ് 1 0, 0 ഇൻറ്റു 1 പ്ലസ് 1 2, 0 ഇൻറ്റു 2 എന്താണ്, 0. ഓക്കെ, നെക്സ്റ്റ് കേസ് 3-ൽ നമുക്ക് പി ഓഫ് 2 ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എക്സിൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുക്കുക, എക്സിൻ്റെ പൊസിഷനിൽ 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 മൈനസ് 1 ഇൻറ്റു 2 പ്ലസ് 1. അപ്പോൾ 2 മൈനസ് 1 1, 1 ഇൻറ്റു 2 പ്ലസ് 1 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യനിലെ എല്ലാ പ്രോബ്ലംസും ജസ്റ്റ് പി ഓഫ് 0, പി ഓഫ് 1, പി ഓഫ് 2 ചെയ്താൽ മതി. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ സീറോസ് ഓഫ് ദി പോളിനോമിയൽ കണ്ടുപിടിക്കാണ്. അതായത് നമുക്ക് പി ഓഫ് ഈ എക്സിന് എന്ത് വാല്യൂ കൊടുത്താലാണ് നമ്മുടെ പോളിനോമിയൽ, അതായത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ കംപ്ലീറ്റ്ലി 0 ആകുന്നതെന്ന് നോക്കാം. അതായത് എക്സിന് ഏത് വാല്യൂ, ഓക്കെ, ചിലപ്പോൾ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, എക്സിന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പോളിനോമിയൽ, അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ കംപ്ലീറ്റ് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 0 കിട്ടണം. അങ്ങനെ 0 കിട്ടുകയാണെങ്കിൽ നമ്മൾ പറയും യെസ് ഇറ്റ് ഈസ് എ 0 ഓഫ് എ പോളിനോമിയൽ എന്ന് നമ്മൾ പറയും. നമുക്കിതൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ചെയ്യാൻ പോകുന്നത് 2.2-ലെ തേർഡ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ഈസ് ഈക്വൽ ടു 3x + 1 എന്നാണ് തന്നിരിക്കുന്നത്. നമ്മുടെ അടുത്ത് തന്നിരിക്കുന്നത് എക്സിന് വാല്യൂ -1/3 ആക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, പി ഓഫ് -1/3 ഇട്ട് കൊടുക്കുക. അതായത് പി ഓഫ് -1/3 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് എക്സിലേക്ക് -1/3 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 3 ഉണ്ട്, 3 ഇൻറ്റു എക്സ് ആണ് അല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും ബ്രാക്കറ്റ് ഇട്ട് ശീലിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മൈനസോ പ്ലസ്സോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും മൈനസ് വാല്യൂസ് വന്നാലോ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ വന്നാലോ ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഇട്ട് ശീലിക്കാം. അപ്പോൾ ഇവിടെ എക്സിന് വാല്യൂ നമ്മൾ എന്താ, -1/3 ഇട്ട് കൊടുക്കുകയാണ്. -1/3 + 1. അപ്പോൾ നമുക്കിത് എന്ത് കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു -3, ആ മൈനസിനെ വെളിയിലേക്ക് എടുത്തേ, -3 ഇൻറ്റു 1/3 + 1. അപ്പോൾ ഇത് നമുക്ക് എന്തായി, -3/3 + 1. -3/3 എന്ന് പറഞ്ഞാൽ എന്താണ്, -1 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഫൈനൽ എന്ത് എഴുതാം, യെസ് പി ഓഫ് എക്സ് ഹാസ് a 0 of polynomial at x equal to -1/3 എന്ന് നമുക്ക് എഴുതാം. അതായത് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷനിൽ നിന്ന് എന്ത് മനസ്സിലായി, നമുക്ക് പി ഓഫ് എക്സ് 0 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, ഈ പറയുന്ന -1/3 എന്ന് പറയുന്നത് എന്താ, ഒരു 0 ഓഫ് ദി പോളിനോമിയൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തൊരു എക്സാമ്പിളിൽ ഒരു പ്രാവശ്യം കൂടി നമുക്ക് നോക്കാം. ഓക്കെ, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു LX + M where x is equal to -m/l. -m/l ആണ്. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 3-ലെ തന്നെ 6th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, 6th ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, പി ഓഫ് എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, -m/l ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, പി ഓഫ്, ഞാൻ കളർ മാറ്റി എഴുതാം. അപ്പോൾ -m/l is equal to L into
എന്തിനാണ് നമ്മൾ ഇനി അടുത്തത് എക്സ് ആണല്ലേ. അപ്പോൾ എക്സിന് എന്ത് വാല്യൂ ഇട്ട് കൊടുക്കണം? നമ്മുടെ -m/l ഇട്ട് കൊടുക്കണം. അപ്പോൾ -m/l പ്ലസ് m എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? -m ഇൻറ്റു l/l പ്ലസ് m എന്ന് വരും. l/l എന്താ? 1 ആണ് അല്ലേ. 1 ആയി നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -m പ്ലസ് m ദാറ്റ് ഈസ് ഈക്വൽ ടു വീണ്ടും 0 തന്നെ കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഫൈനലായിട്ട്? യെസ്, -m/l ഈസ് എ 0 ഓഫ് ദി പോളിനോമിയൽ lx പ്ലസ് m. അപ്പോൾ ഈ 0 ഓഫ് ദി പോളിനോമിയൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് വേറൊന്നും ചെയ്യാനില്ല. എക്സിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ആൻസർ 0 കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? യെസ്, ദാറ്റ് വാല്യൂ ഓഫ് എക്സ് ഇസ് 0 ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഫൈനലായിട്ട് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇത്രയും നേരം നമ്മൾ 0 ഓഫ് ദി പോളിനോമിയൽ കണ്ടുപിടിക്കാമായിരുന്നു അല്ലേ. അതായത് എക്സിനൊരു വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ആ വാല്യൂ നമ്മൾ അല്ലെങ്കിൽ ആ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ആ പ്രോബ്ലം മൊത്തം ചെയ്ത് നോക്കും. എന്നിട്ട് ലാസ്റ്റ് 0 കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ പറയും യെസ് ഇറ്റ് ഇസ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞല്ലേ. അതായത് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ മാത്രം നമ്മൾ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഫൈൻഡ് ദി 0 ഓഫ് ദി പോളിനോമിയൽ. അതായത് നമ്മൾ വേണം എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് എക്സിൻ്റെ വാല്യൂ തന്നിട്ട് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ഇനി നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, നമുക്കപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് 2.2ലെ 4th എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്? നമുക്ക് 0 കണ്ടുപിടിക്കാനായിട്ട് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 നോക്കാം. നമ്മുടെ പി ഓഫ് എക്സ് എന്താ? എക്സ് പ്ലസ് 5 ആണ് അല്ലേ. സോ എക്സ് പ്ലസ് 5 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ 5നെ നമ്മൾ എന്ത് ചെയ്യും? ഈ 5നെ നമ്മൾ എക്സിനെ മാത്രമാക്കി ഇവിടെ നിർത്തണം അല്ലേ. അപ്പോൾ നമ്മൾ 5നെ ഇപ്പുറത്തേക്ക് പോകും. അപ്പോൾ ഇത് +5 അല്ലേ. +5 ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താവും? -5 ആവും. അപ്പോൾ നമുക്ക് പറയാം എക്സ് ഈക്വൽ ടു -5 ആകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമ്മുടെ പോളിനോമിയൽ അല്ലെങ്കിൽ പി ഓഫ് എക്സ് എന്താവുക? പോളിനോമിയൽ പി ഓഫ് എക്സ് എന്താവുക? 0 ആവുക. ഓക്കെ, ഇനി നമുക്ക് ഒരു എക്സാമ്പിളും കൂടി ചെയ്ത് നോക്കാം. അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് അതിലെ 4th പ്രോബ്ലം ആണ് കേട്ടോ. 4th പ്രോബ്ലം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x - 2 ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത് ഫൈൻഡ് ദ 0 ഓഫ് ദി പോളിനോമിയൽ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് ഓർത്താൽ മതി. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ പി ഓഫ് എക്സ് എന്താ? 3x - 2 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഈ സൈഡിൽ എക്സിനെ മാത്രം നിർത്തണം. അപ്പോൾ എക്സിനെ മാത്രം നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മുടെ 2നെ, ഈ ഇരിക്കുന്ന -2നെ ഇപ്പുറത്തോട്ട് മാറ്റും. അപ്പോൾ നമുക്ക് എന്താ കിട്ടാം? നമുക്ക് കിട്ടുക 3x ഇസ് ഈക്വൽ ടു ഇങ്ങോട്ടേക്ക് -2 ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും? +2 ആവും അല്ലേ. പിന്നെ എന്താ? 3 × x ആണ്. 3 × x, ഈ 3x എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3 × x എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഒരു ലീനിയർ ഇക്വേഷൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മാറ്റുമ്പോൾ പ്ലസ് എപ്പോഴും എന്താവും? മൈനസ് ആകും. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും എന്താവും? ഡിവിഷൻ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നമ്മൾ എക്സിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് 3നെ ഇപ്പുറത്തോട്ട് മാറ്റാൻ പോവാണ് അല്ലേ. അപ്പോൾ 3നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്തത്. അപ്പോൾ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ അതെന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 2 ഓൾറെഡി അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ 3നെ ഇങ്ങോട്ട് മാറ്റിയപ്പോൾ 2/3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എക്സിന് ഈ പോളിനോമിയൽ അല്ലെങ്കിൽ ഈ പോളിനോമിയൽ 0 കിട്ടുന്നത് എപ്പോഴായിരിക്കും? എക്സിന് 2/3 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പോളിനോമിയൽ 0 കിട്ടാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എക്സിന് 2/3 കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് പി ഓഫ് 2/3 ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം 0 കിട്ടുന്നുണ്ടോയെന്ന് കേട്ടോ. അപ്പോൾ 3 × എക്സിന് പകരം എന്ത് എഴുതും? 2/3. ചെക്ക് എന്നൊന്ന് എഴുതാം, ജസ്റ്റ് ചെക്ക് ചെയ്യാനാണേ. അപ്പോൾ 3 × 2/3 - 2. അപ്പോൾ 3/3
എന്ന് പറഞ്ഞാൽ എന്താ 1 ആണല്ലേ. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി എന്താ ഉള്ളത് 2 - 2 വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ചെയ്തത് ശരിയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സീറോ ഓഫ് ദി പോളിനോമിയൽ അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഒരെണ്ണം കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ സ്റ്റോപ്പ്. ഓക്കെ, നമ്മൾ ചെയ്യാൻ പോകുന്നത് 7th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിലെ 7th ക്വസ്റ്റ്യൻ ആണ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി എക്സ് പ്ലസ് ഡി ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കാം. എന്ത് ചെയ്താൽ മതി 0 കണ്ടുപിടിക്കാനായിട്ട്, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്? പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ, സി എക്സ് പ്ലസ് ഡി ആണ് അല്ലേ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ആദ്യം ആരെ മാറ്റും, ഈ ഡീനെ ഇപ്പുറത്തോട്ട് മാറ്റും. വീണ്ടും നമ്മൾ ചെയ്ത പോലെ തന്നെ പ്ലസ് ഡി ആണ്. അപ്പോൾ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും, മൈനസ് ഡി ആയി അല്ലേ. ഇനി നമുക്കറിയാം സി എക്സ് മീൻസ് സി ഇൻറ്റു എക്സ് ആണ്. അപ്പോൾ എക്സിനെ മാത്രം എനിക്കിവിടെ നിർത്തിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യണം, സീനെ ഇപ്പുറത്തോട്ട് കളയണം. അപ്പോൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും, അത് ഡിവിഷൻ ആവും. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, -d/c. അപ്പോൾ നമ്മുടെ എക്സസൈസ് 2.2-ലെ കുറച്ച് എക്സാമ്പിൾസ് വെച്ച് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു.